ഒരു CPM വോട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പോയിട്ടില്ല. CPMന്റെ വോട്ടൊക്കെ CPMന് ഈ മണ്ഡലത്തിൽ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശകലന രീതിയൊന്നും പഠിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. പ്രതികൂലമായ തരംഗത്തിനിടയിലും ഒറ്റപ്പാലം മണ്ഡലത്തിൽ LDF മികച്ച വിജയമാണ് നേടിയിരിക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ മണ്ഡലം നിലനിർത്താനായതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലേ? അതെ, തീർച്ചയായിട്ടും അഭിമാനകരമായ ജയമാണ് ജനത സമ്മാനിച്ചത്. ഒറ്റപ്പാലത്ത് വിജയം നമുക്ക് ഉറപ്പായിരുന്നു. ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുമായിരുന്നില്ല. നല്ല വിജയം. പാലക്കാട് ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം, കേരളത്തിലെ LDFന് കിട്ടിയ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ഭൂരിപക്ഷം ഒറ്റപ്പാലത്താണ് എന്നതിൽ വലിയ സന്തോഷമുണ്ട്. ജനങ്ങൾ വലിയ ഉത്തരവാദിത്തമാണ് ഇതിൻ്റെ ഭാഗമായി ഏൽപ്പിക്കുന്നത് എന്ന തോന്നലും ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കുകയാണ്. അങ്ങനെ നമുക്ക് മാറാൻ സാധിച്ചത് 2021 LDFന് കിട്ടിയതിനേക്കാൾ വോട്ട് നമുക്ക് 2026 ഒറ്റപ്പാലം മണ്ഡലത്തിൽ നേടാനായി. അതെല്ലാം ജനങ്ങൾ നൽകിയിട്ടുള്ള ഒരു പിന്തുണയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അവരോടൊപ്പം നിൽക്കാനും ഒക്കെ കഴിഞ്ഞതിൻ്റെ ഒരു അംഗീകാരം കൂടിയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വിധിയെ കാണുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ പ്രാദേശികമായെല്ലാം നടത്തിയിട്ടുള്ള നല്ല ചിട്ടയാർന്ന പ്രവർത്തനമാണ് ഈ ഉജ്ജ്വലമായ വിജയത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. മണ്ഡലത്തിൽ മികച്ച വിജയം നേടിയപ്പോഴും സംസ്ഥാനത്ത് ഭരണം നഷ്ടമായി വലിയ തിരിച്ചടി നേരിട്ടൊരു സാഹചര്യമാണ്. അതെങ്ങനെ കാണും? തീർച്ചയായും അത് പഠിക്കേണ്ടതാണ്. നമുക്കൊരു ഒറ്റവാക്കിൽ പറയാവുന്നതോ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഒരു മണ്ഡലത്തെയോ മാത്രം ഉദാഹരിക്കാവുന്നതോ അല്ല. സ്വാഭാവികമായും ഇടതുപക്ഷം ഇതിനേക്കാൾ വലിയ തിരിച്ചടികളെ അഭിമുഖീകരിക്കുകയും അതിജീവിക്കുകയും ചെയ്തതാണ് ഇടതുപക്ഷം. നിശ്ചയമായും ഈ തിരിച്ചടികളിൽ നിന്നും പഠിച്ച് കൂടുതൽ ചിട്ടയോടെ പ്രവർത്തിച്ച് ഇന്നലെയെല്ലാം സൂചിപ്പിച്ചതുപോലെ സഖാവ് M. സ്വരാജ് എല്ലാം പറഞ്ഞതുപോലെ കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരുന്ന പക്ഷമാണ് ഹൃദയപക്ഷം, ഇടതുപക്ഷം എന്ന് നമുക്ക് നാടിനെ വരും കാലങ്ങളിൽ ബോധ്യപ്പെടുത്താനാകും. സ്വരാജ് പറഞ്ഞതുപോലെ അനർഹമായൊരു വിജയമാണോ, പരാജയമാണോ? തീർച്ചയായും ആണല്ലോ. ഞാൻ പറയാം, നമുക്ക് നമ്മുടെ നാട്ടിൽ എന്താണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഡീമെറിറ്റ് എന്നത് ഒരു ഡിബേറ്റ് വെച്ചാൽ പറയാൻ കോൺഗ്രസ്സുകാർക്ക് പോലും കഴിയില്ല. വികസനത്തിൻ്റെ കാര്യത്തിൽ, ക്ഷേമത്തിൻ്റെ കാര്യത്തിലെല്ലാം അത്രമാത്രം ജനങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. നമുക്ക് കാണാമല്ലോ. ഭാവി നമുക്ക് പ്രവചിക്കേണ്ട കാര്യമില്ല, ജീവിത അനുഭവങ്ങളുണ്ട്, നമുക്ക് കാണാം. ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായതുകൊണ്ടായിരിക്കില്ല എത്രത്തോളം സീറ്റുകൾ UDFന് നേടാനായത്? അത് എന്തെല്ലാം കാരണങ്ങളാണ് എന്നതിനെ സംബന്ധിച്ച് ഞാനൊരു അഭിപ്രായം പറയുന്നത് അത്രമാത്രം ഉചിതമാവില്ല. മാത്രമല്ല, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കപ്പെട്ടത് മുതൽ രാഷ്ട്രീയ സംഘടനാ കാര്യങ്ങളെക്കാൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ കാണാനും അവരോട് സംസാരിക്കാനും ഒക്കെയാണ് സമയം കണ്ടെത്തിയത്. കാരണങ്ങൾ ഒരു കാരണം മാത്രമായിരിക്കില്ല, പല കാരണങ്ങളുണ്ടാകാം. എന്തായാലും കൂട്ടായി ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അത് കണ്ടെത്തുകയും പഠിക്കുകയും ജനങ്ങളോടൊപ്പം നിന്ന് ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതിനായിരിക്കും പ്രാധാന്യം നൽകുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിരവധി ആളുകൾ പാർട്ടി വിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF പിന്തുണയോടെ മത്സരിച്ചിരുന്നു. അതിൽ ഒരാൾ മാത്രമാണ് പരാജയപ്പെട്ടത്, താങ്കളുടെ മണ്ഡലത്തിലാണ്. ആ പരാജയത്തെ എങ്ങനെ കാണുന്നു? അല്ല, ഈ പരാജയം യഥാർത്ഥത്തിൽ ഒറ്റപ്പാലം മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിന് അഭിമാനിക്കാവുന്നതാണ്. ആ നേട്ടം ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. ഇടതുപക്ഷത്തിൻ്റെ ശരിയായ നിലപാടിനോടൊപ്പം ജനങ്ങൾ നിന്നു. വർഗവഞ്ചകർക്ക്, ഒറ്റുകാർക്ക് ഈ മണ്ണിൽ, ഒറ്റപ്പാലത്തിൻ്റെ മണ്ണിൽ സ്ഥാനമില്ല എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ അഭിമാനത്തോടു കൂടി പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനമാണ് ഈ മണ്ഡലത്തിൽ എന്തെല്ലാം പ്രചരണങ്ങളായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം. ഞാനൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ട്. വോട്ടറിന് പെട്ടിയിലായപ്പോൾ നമ്മുടെ ഒരു കണക്കുണ്ട്, നമ്മൾ എത്ര വോട്ടിന് ജയിക്കും എന്നുള്ളത്, നമുക്ക് എത്ര വോട്ട് ലഭിക്കും എന്നുള്ളത്. അപ്പോൾ ഒരു കാരണവശാലും ഇടതുപക്ഷം ഇവിടെ പരാജയപ്പെടില്ല എന്ന് ഉറപ്പായിരുന്നു. പക്ഷേ UDFൻ്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ എന്തെല്ലാം പ്രചരണങ്ങളാണ് നടത്തിയത്. 2500 വോട്ടിന് ജയിക്കും, എങ്ങനെ പോയാലും 1500 വോട്ടിന് ജയിക്കും. ഞാനതിൻ്റെ മറ്റ് കഥകളിലേക്ക് പോകുകയല്ല. അപ്പോൾ അത്തരമൊരു ആത്മവിശ്വാസം അവർക്ക് നൽകിയ ഒരു മണ്ഡലത്തിലാണ് യഥാർത്ഥ വസ്തുത, ജനവിധി അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറിയിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. CPM വോട്ടുകൾ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പോയിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ? ഒരു CPM വോട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പോയിട്ടില്ല. CPMൻ്റെ വോട്ടല്ല, അത് നിങ്ങൾ പാർട്ടിയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ചോദിക്കുകയാണല്ലോ. CPMൻ്റെ വോട്ടൊക്കെ CPMന് ഈ മണ്ഡലത്തിൽ ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത്, ഈ CPMന് SIRൽ 500 വോട്ട് മാത്രമാണ് കൂടിയത്. പക്ഷേ വലിയ നിലയിൽ ഭൂരിപക്ഷം ഉയർന്നു എന്നാണ് PK ശശി പറയുന്നത്. അതിൽ ചില അസ്വാഭാവികതയുണ്ട്. BJPക്കും അതേ തരത്തിൽ വോട്ട് കൂടുന്നു, UDFൻ്റെ വോട്ടുകൾ കുറയുന്നു. അതിലൊരു അസ്വാഭാവികതയുണ്ട്, അതിലെന്തോ ഒരു പ്രശ്നമുണ്ടെന്നാണ് PK ശശി പറയുന്നത്. അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിശകലന രീതിയൊന്നും പഠിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. ഒറ്റ കാര്യം ഞാൻ പറയാം, 2021 LDFന് വോട്ട് കൂടി, 2021 LDFന് ഭൂരിപക്ഷം കൂടി. തച്ചനാട്ടുകരയും കരിമ്പുഴയും ഒഴികെയുള്ള എല്ലാ പഞ്ചായത്തുകളിലും അഭിമാനകരമായ വിജയം ഇടതുപക്ഷത്തിന് നേടാനായി. ആ വിജയം ഇത് ജനങ്ങൾ നൽകിയ വിജയമാണ്. ആ ജനവിധിയെ മാനിക്കുകയാണ് വേണ്ടത്, അതിനെ വെല്ലുവിളിക്കുകയല്ല വേണ്ടത്. ആ ഒരു അഭിപ്രായമാണ് ഇതുമായി ബന്ധപ്പെട്ട് പൊതുവിലുള്ളത്.
എന്തായാലും പ്രതികൂല തരംഗത്തിനിടയിലും ഒറ്റപ്പാലം മണ്ഡലത്തിൽ മികച്ച വിജയം നേടി മണ്ഡലം നിലനിർത്താനായതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കെ പ്രേംകുമാർ MLA ഉള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് നവാസ് മണ്ണാർക്കാടിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.